പ്രവീൺ, പി ജെ കുര്യൻ വിഷയത്തിൽ നമ്മൾ നേരത്തെ കരുതിയത് എല്ലാ നേതാക്കളും പി ജെ കുര്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുവെന്നാണ്. പക്ഷേ രമേശ് ചെന്നിത്തല ഇപ്പോൾ പൂർണ്ണ പിന്തുണയുമായിട്ട് എത്തിയിട്ടുണ്ട്. സതുദ്ദേശപരമായി പറഞ്ഞ കാര്യങ്ങളെ ഇങ്ങനെ തെറ്റേ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഈ വിഷയത്തിൽ ചെറുപ്പക്കാരെല്ലാവരും പി ജെ കുര്യനെതിരെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത് പി ജെ കുര്യൻ നടത്തിയ ഈ പ്രസ്താവനയിൽ? മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനങ്ങൾ അതിനെ ഇന്നലെ രാത്രി വരെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ഒപ്പം തന്നെ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടൊക്കെ രംഗത്ത് വന്നിരുന്നു. അതിനെ പി ജെ കുര്യനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. അതിൽ ഒരു നേതാവ് കുറിച്ചത് ഫോണിൽ താൻ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് പി ജെ കുര്യൻ സാർ എന്നായിരുന്നു. ഇനി അങ്ങനെ വിളിക്കില്ല എന്നർത്ഥത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇന്നലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പത്തനംതിട്ട ജില്ലയിലുണ്ട്. അദ്ദേഹം ലഹരിക്കെതിരെയുള്ള ഒരു മാസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയിലേക്ക് എത്തിയത്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. പി ജെ കുര്യനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അദ്ദേഹം മുതിർന്ന നേതാവാണ്, കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാവാണ്. സതുദ്ദേശത്തോടു കൂടി മാത്രമാണ് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ പറ്റി ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. അത് പാർട്ടി വേദിയിൽ വെച്ചാണ് നടത്തിയത്, അല്ലാതെ ഒരു പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ വാർത്താസമ്മേളനത്തിലോ അല്ല അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറഞ്ഞത്. പാർട്ടി വേദിയിൽ ഒരു സമരസംഗമ പരിപാടിയിൽ പങ്കെടുക്കവേ നേതാക്കളെ വേദിയിൽ എത്തിക്കൊണ്ട് തന്നെയാണ് പി ജെ സമരസംഗമം, പാർട്ടി സംഘടിപ്പിച്ച സമരസംഗമം എന്ന് പറയുന്ന പരിപാടിയിൽ വെച്ചാണ് പി ജെ കുര്യൻ അങ്ങനൊരു വിമർശനം നടത്തുന്നത്. ആ വിമർശനങ്ങൾ വേണമല്ലോ സ്വാഭാവികമായിട്ടും. അവിടെ വളരെ സതുദ്ദേശപരമായി ഒരു കോളേജ് അധ്യാപകൻ പഠിപ്പിക്കുന്നത് പോലെയാണ് പി ജെ കുര്യൻ പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ SFIയുടെ സമരം കണ്ടില്ലേ, അവിടെ ആ അഗ്രസീവായ യൂത്തിനെ അവർ നിർത്തുന്നില്ലേ, അഗ്രസീവ് ഒന്നും ആവണ്ട, പക്ഷേ ചെറുപ്പക്കാരെ നമ്മൾ കൂടെ നിർത്തണ്ടേ എന്ന് പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്?